കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും നാൾ 30 വർഷക്കാലം എറണാകുളം. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് യാത്ര ചെയ്ത തിരുമേനി ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഒരുപാട് പേർക്ക് ഇന്ന് പലരും പ്രമുഖരും തിരുമേനിയുടേത് കൊണ്ട് വളരെ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നേടിയ ഒട്ടനവധി പ്രമുഖർ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്രയും കാലത്തെ ജീവിതത്തിനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തിരുമേനിക്ക് ഫീൽ ചെയ്യുന്നത്? വളരെയധികം സംതൃപ്തി തോന്നുന്നു. കാരണം ജീവിതത്തിന് നമുക്ക് അർത്ഥം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നമ്മളെ കൊണ്ട് മറ്റുള്ളവർ ഗുണമുണ്ടാകുമ്പോഴാണ്. നിരവധി ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ഗുണമുണ്ടായതായിട്ടും അവർക്ക് ഐശ്വര്യമുണ്ടായതായിട്ടും, ഐശ്വര്യം ഉണ്ടാവുകയാണ് ഈശ്വരൻ ഉണ്ടാവുകയാണ് അവരുടെ ശരീരത്തിൽ, അവരുടെ മനസ്സിൽ. അപ്പം അവർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതായിട്ടും ബിസിനസ്സിലും മറ്റിൽ പല കാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്നതായിട്ടൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ തിരുമേനി വന്നുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് അവർ വിശ്വസിക്കുമ്പോൾ അതിൽ കൂടുതൽ ഈ ശാസ്ത്രത്തെ ഞാൻ പ്രയോഗിച്ചൊരു ഗുണമുണ്ടായി. ഈശ്വരാധീനം കൊണ്ട് തന്നെയാണ്. തീർച്ചും ഈശ്വരാധീനം നമുക്ക് വേണ്ടോളം കിട്ടിയപ്പോൾ ഏത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അത് ആത്മാർത്ഥതയും സത്യസന്ധതയുടെയും അതൊരു ബിസിനസ്സായി കാണാതെ അതിനെ സത്യസന്ധമായി കാണുന്നുണ്ടെങ്കിൽ ഈശ്വരാധീനം 100% ഉണ്ടാവുന്നതാണ്. സംശയമില്ല. അതിൽ പൂർണ്ണമായ ആ ദർശനം, ആ ഈശ്വരാധീനം നമുക്ക് ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജീവിതം. തീർച്ചയായിട്ടും എനിക്ക് നന്നായി കഴിഞ്ഞു. അത് വളരെ സംതൃപ്തനാണ് ഞാൻ. ആണ്. തിരുമേനിയുടെ പിതാവ്? എനിക്ക് എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഗണപതി നമ്പൂതിരിപ്പാട് എന്നാണ് പേര്. വളരെ കാലം ഉണ്ടായിരുന്നില്ല. എനിക്കൊരു 9-10 വയസ്സാകുമ്പോൾ അദ്ദേഹം മരിച്ചു. പിന്നെ ഗ്രാൻഡ് ഫാദറാണ് എന്നെ നോക്കിയതും പഠിപ്പിച്ചതും. അമ്മയും അതുപോലെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അപ്പൂപ്പന്റെ ഇതിലാണ് എല്ലാം വളർന്നതും. കുടുംബം? എനിക്ക് ഭാര്യ, 2 ആൺകുട്ടികളാണ്. മൂത്തയാള് +2 പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 6th പഠിക്കുന്നു. വളരെ സന്തോഷമായ കുടുംബജീവിതം. വളരെ തിരക്കേറി. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പല സ്ഥലങ്ങളും പോയി കാണണം, പല സ്ഥലത്തും വിസിറ്റ് ചെയ്യണം. ഈ തിരക്കേറിയ ഒരു ജീവിത യാത്രയിൽ എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട് താങ്കൾ കിട്ടുന്നത്? ഫാമിലി, ഭാര്യയുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് കുട്ടികളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ എനിക്ക് സാധിക്കാറില്ല. എപ്പോഴും യാത്രയും ഒക്കെയാണ്. അപ്പോൾ അവരുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ ഇത് എല്ലാതും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഈ തൊഴിൽ. കാരണം ജ്യോതിഷമായാലും വാസ്തുവായാലും കൺസ്ട്രക്ഷനായാലും എൻ്റെ ബാക്കിയുള്ള മേഖലകളിലും അധ്യാത്മ പൂജക്കൊക്കെ പോകും ഞാൻ. തന്ത്രപരമായ കാലം ക്ഷേത്രവാസ്തു ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ സമയം കണ്ടെത്തുന്നത് കുടുംബത്തിലെ അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്, സംശയമില്ല. അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു. ക്ഷേത്രവാസ്തുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർമ്മ. ക്ഷേത്രവാസ്തു സാധാരണ മറ്റു വാസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്ഷേത്രവാസ്തു വളരെ സിമ്പിളായിട്ട് പറയാം. മറ്റത് മനുഷ്യർ ജീവിക്കാനുള്ള വീടുണ്ടാക്കുമ്പോൾ ഇത് ദേവനെ കുടിയിരുത്താനുള്ള സ്ഥലം ഉണ്ടാക്കും. അപ്പം അത് മനുഷ്യൻ്റെയും ദേവൻ്റെയും തമ്മിലുള്ള ആ ഡിഫറൻസ് അല്ലേ വളരെ വലുതാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ യജ്ഞശാലകളെയും 4 കെട്ടിനെയും കൂടി യോജിപ്പിച്ചിട്ടുണ്ടാക്കിയതാണ് ക്ഷേത്രം. ബ്രഹ്മാലയങ്ങളായ നമ്പൂതിരിമാരുടെ 4 കെട്ടുകൾ, അതാണ് ചുറ്റമ്പലമൊക്കെ വരുന്നത്. അതിൽ 4 കെട്ടിനെയും യജ്ഞശാലകളെയും, അത് ശ്രീകോവിലും നമസ്കാരം ഉണ്ടാവും. ഇത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ വലിയൊരു കൺസെപ്റ്റാണത്. അപ്പോൾ അതിൻ്റെ ശ്രീകോവിൽ ഒരു അഗ്നി ഹോമകുണ്ഠമായിട്ടും ആ ഹോമത്തിന് നടുക്കുള്ള അഗ്നിയായിട്ട് വിഗ്രഹത്തെയും സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോമകുണ്ഡത്തിൽ കത്തുന്ന അഗ്നിയായിട്ട് ബിംബത്തെ കാണുക. ആ ബിംബത്തെ പ്രതിബിംബിക്കുന്നതാണോ ബിംബം. വിശേഷണ സ്വീകരിക്കുന്നതിന് വിഗ്രഹം എന്ന് പറയുന്നു. അപ്പം ആ ദേവ ചൈതന്യത്തിൽ തന്നെയാണ് നമ്മളവിടെ കുടിയിരുത്തുന്നത്. നമുക്ക് പ്രാർത്ഥനാലയമേ അല്ല ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ശക്തിയെ കുടിയിരുത്തുന്നു. ആ ശക്തിപ്രഭ നമ്മളിലേക്ക് ഏൽക്കാനാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ദേവനെ കുടിയിരുത്തുന്നു ക്ഷേത്രവാസ്തുവിൽ. അപ്പോൾ ആ ഒരു ദേവന്റെ ശക്തിയെ, ഈശ്വരാധീനത്തെ നമ്മുടെ മറ്റുള്ളവർക്കിലേക്ക് ചുരിയുവാൻ അല്ലേ, അതാണ് തിരുമേനി നേരത്തെ പറഞ്ഞു വന്നത്. അത് എങ്ങനെ അതൊന്ന് വിശദീകരിക്കാമോ? കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, യജ്ഞശാലയ്ക്ക് അനുയോജ്യമായ രീതിയിൽ യജ്ഞശാലയുടെ ഒരു ചെറിയ രൂപമാണ് ശ്രീകോവിലും നമസ്കാരം ഉണ്ടാവും. ബ്രഹ്മാലയം പണ്ട് ഇല്ലങ്ങളുടെ അകത്താണ് ഉപാസനകൾ നടന്നുകൊണ്ടിരുന്നത്. അന്ന് മറ്റുള്ളവർക്ക് അവിടെ ഒന്ന് തൊഴാനും പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പം ബ്രഹ്മാലയത്തെയും യജ്ഞശാലയും കൂടി യോജിപ്പിച്ചു. അതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു രൂപം. അതിന് ശ്രീകോവിൽ ഒരു ഹോമകുണ്ഡമായിട്ട് ശ്രീകോവിൽ നടുക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ അഗ്നിയായിട്ട് സങ്കല്പിച്ചു. അവിടത്തേക്ക് ദേവചൈതന്യത്തിൻ്റെ പ്രപഞ്ചത്തിൽ ദേവചൈതന്യത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവിടെ ഉണ്ടെന്ന സങ്കല്പം. അവിടെ നമ്മൾ തൊഴുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ കണ്ണടച്ചാൽ തൊഴുന്നത്. അവിടെ നമ്മൾ എന്താ നോക്കുന്നത്? നമ്മൾ അകത്തേക്കാണ് നോക്കുന്നത്, അന്ധകരണത്തിലേക്കാണ് നോക്കണത്. ആ ദേവചൈതന്യം നമ്മുടെ ഹൃദയത്തിലാണ് തട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് പരിശുദ്ധി ഉണ്ടെങ്കിലേ നമുക്ക് ദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കണ്ണടച്ചാൽ തൊഴുന്നത്.
അപ്പം ക്ഷേത്രവാസ്തുവിൽ ഒരുപാട് കാര്യങ്ങൾ പറയണം. ചെറിയ 2 വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാവുന്നല്ലെങ്കിലും ഈ ഗൃഹവാസ്തുവായിട്ട് എളുപ്പമൊന്നും യോജിപ്പിക്കാൻ പറ്റില്ല. ഇത് ദേവന്റെ ഇരിപ്പിടം, പൂർണ്ണശുദ്ധി, അവിടെ എല്ലാം വേണം. നമ്മുടെ മനഃശുദ്ധി വേണം, ശരീരശുദ്ധി വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുളിച്ച് ഇവിടെ വസ്ത്രം ധരിച്ച് സംസാരിക്കാതെയും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ തൊഴണം. ശബ്ദമലിനീകരണം പാടില്ല. അപ്പം ഇന്നെന്താ ക്ഷേത്രത്തിലേക്ക് നടക്കുന്നത്? വലിയ മൈക്കൊക്കെ വെച്ച് ബഹളമാണ്. ഏറ്റവും കൂടുതൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് തൊഴാൻ പറ്റുന്ന സ്ഥലമാണ് ദേവാലയം. അപ്പൊ അതിലൊക്കെ ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളിലെ വാസ്തു തിരുമേനി നോക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രശസ്തമായ ക്ഷേത്രം? ഇപ്പോൾ ഒരു വലിയൊരു ക്ഷേത്രം അമൃത ഹോസ്പിറ്റലിന് മുമ്പിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പഞ്ചപ്രകാരത്തോട് കൂടിയിട്ടുള്ളൊരു മഹാക്ഷേത്രമാണ്. അത് ഈ 25-ാം തീയതി അതിന്റെ പ്രതിഷ്ഠാകർമ്മം നടക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ പുനഃപ്രതിഷ്ഠ ക്രമം നടക്കുന്ന സമയത്ത് വാസ്തു, ക്ഷേത്രവാസ്തു അവിടെയും വീണ്ടും നമുക്ക് പ്രാധാന്യം വരുമല്ലോ? വരും. കാരണം അതിപ്പോ വീട് നമ്മൾ എന്താ ചെയ്യുക? ഒരു വീട് ഒരു 10-50 വർഷം കഴിഞ്ഞാൽ ആ വീടിനെ നമ്മൾ രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്യും. അല്ലെങ്കിൽ ആ വീട് തന്നെ പുതിയ വീട് വെക്കും. പുതിയ വീട് വെച്ചാലും നമ്മളല്ലേ അവിടെ താമസിക്കണം എന്ന് പറഞ്ഞ പോലെ ദേവന്റെ ആലയം ജീർണാവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ദേവനെ താൽക്കാലികമായിട്ട് വേറൊരു താൽക്കാലികമായ വീട്ടിലേക്ക് മാറ്റിയിരുത്തുന്നു. ബാലാലയം എന്ന് പറയുന്നതിനെ മാറ്റിയിരുത്തി ദേവൻ അത് പണി ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ അഭിമുഖത്വം കൊണ്ട് ക്ഷേത്രം കിഴക്കോട്ട് തിരിഞ്ഞ ക്ഷേത്രമാണെങ്കിൽ അപ്പോൾ ഒളിച്ചു കഴിയുമ്പോൾ ബാലാലയം വെക്കുന്നത് പടിഞ്ഞാട്ട് തിരിഞ്ഞായിരിക്കും. അപ്പോൾ ഈ പണി നിന്നൊക്കെ ദേവൻ കണ്ടുകൊണ്ടിരിക്കുന്നു സങ്കല്പം. എന്നിട്ട് ആ ക്ഷേത്രം മുഴുവൻ പണി തീർത്ത ശേഷം വീണ്ടും മാറ്റി തന്ത്രവിധി പ്രകാരം ഈ വിഗ്രഹത്തെ പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അത് അങ്ങനെയുള്ള ഒരു ക്രമമാണ് നടക്കാൻ പോകും. നടന്നു അങ്ങനെയുള്ള ഇതെല്ലാം തിരുമേനി ചെയ്തിട്ടുണ്ടല്ലേ? ഒരുപാട് വീടുകൾ, ഒരുപാട് കേരളത്തിലുടനീളം എല്ലായിടത്തും, കേരളം മാത്രമല്ലല്ലോ, കേരളത്തിലൂടെ ഒരുപാട് യാത്രകളും ഉണ്ട്. പുറത്തും പോയിട്ടുണ്ട്. ഈ യാത്രകളാണ് കൂടുതലും അല്ലേ? യാത്രകള് ജീവിതത്തിൽ എത്രത്തോളമാണ് ഒരു പാഠം നമുക്ക് പഠിക്കാൻ തന്ന അനുഭവം എന്താണ്? ഞാനൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴും. ഞാനിപ്പം വാസ്തുവിന്റെ ആകെ തുകയൊന്നും ആയിട്ടില്ല. ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ കാണാത്ത പുസ്തകങ്ങൾ ധാരാളം വരുന്നു, ഞാൻ കേൾക്കാത്ത പല കാര്യങ്ങൾ കേൾക്കുന്നു, കാണാത്ത പല കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ വാസ്തുശാസ്ത്രം ഇനിയും ധാരാളം പഠിക്കാനുണ്ട്. ഞാൻ ഒരുപിടി മണ്ണ്, ഒരു മലയുടെ മണ്ണുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഒരുപിടി മണ്ണിന്റെ അത്രയും വലുപ്പം പഠിച്ചിട്ടുള്ളൂ. മലയുടെ അത്രയും പഠിക്കാനിരിക്കുന്നു, ഇനിയുണ്ട് ആയിരിക്കുന്നു. അപ്പൊ യാത്രയിലൂടെ എനിക്ക് ഒരുപാട് പഠിക്കാനുള്ള സാധ്യതകൾ കിട്ടുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് ഇങ്ങനെ പോകട്ടെ, ദൈവം അനുഗ്രഹിച്ച് ആരോഗ്യം എത്രത്തോളം നമുക്ക് തരൂ അത്രത്തോളം മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയാണുള്ള അത് നമുക്കിപ്പോൾ തിരുമേനി, കാരണം ഞാൻ നേരത്തെ തിരുമേനി പറഞ്ഞു, ചില വീടുകൾ നമ്മൾ പൊളിക്കാൻ പറയാനുള്ള മനസ്സ്, നമ്മൾ തന്നെ മനസ്സ് വേദനിച്ച് പോകുന്നു. അങ്ങനെ ഒരു മനസ്സ് നമ്മൾ വേദനിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ വേദനിച്ച നിമിഷങ്ങളുണ്ടോ? ധാരാളം ഉണ്ടായിട്ടുണ്ട്. പല ദിക്കിലും പോയി കഴിയുമ്പോൾ 50-60 ലക്ഷത്തിൻ്റെ വീട് പണിതിട്ട് അവർ മാനസികമായിട്ട് വളരെയധികം വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ധനമുള്ളവനത് മാറ്റാൻ എളുപ്പമാണ്. ഒരു ചെറിയൊരു വീട്, പണമുള്ളവൻ്റെ വീട് മാറ്റുന്നത് എളുപ്പമാണ്. കാരണം അവർക്ക് വിഷമമില്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ എളുപ്പമാണ്. അതേപോലെ ഒരു 3 സെന്റ് 2 സെന്റിലും വീട് വെച്ച് താമസിക്കുന്നവർക്ക് വാസ്തുദോഷപ്രകാരം ഒരുപാട് ദോഷങ്ങൾ കാണുമ്പോൾ ഈ കന്നിമൂലയിൽ ബാത്റൂം വരിക, വടക്ക് കിഴക്കേ മൂലയിൽ ബാത്റൂം വരിക, മധ്യസൂത്രത്തിൽ ഭിത്തി വരിക, പ്രധാന വാതിലിൻ്റെ പൊസിഷൻ മാറി നിൽക്കുക, സെപ്റ്റിക് ടാങ്കൊക്കെ വടക്ക് കിഴക്കേ മൂലയിൽ വരിക, ഇങ്ങനെയൊക്കെ വരുന്ന കാണുമ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റും? വെക്കാൻ വേറെ സ്ഥലമില്ല. ഈ 2 സെന്റ് സ്ഥലത്ത് ആകെ നിറച്ചും വീടാണ്. അങ്ങനെയുള്ള അവസരത്തിൽ പ്രാർത്ഥനയാണ് പിന്നെ സ്ഥലം. ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് സാമ്പത്തികവുമില്ല, അപ്പോൾ അവരോട് പറയും ഒരു ഗുണമുണ്ടാവും. അവരെ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കും. മാനസികമായിട്ട് അവരതിന് തയ്യാറെടുപ്പിക്കും. അതാണ് എൻ്റെ രീതി. ആ ഒരു കൺസൾട്ടിങ്ങിലോട് കൂടി തന്നെ അവരുടെ മാനസികമായിട്ട് അവർക്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ള ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവം, വേദനിക്കുന്ന അനുഭവങ്ങളും. കാരണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ട മുതൽ മഞ്ചേശ്വരം, പാറശാല മുതൽ മഞ്ചേശ്വരം വരെ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ ഈ ദൈവത്തിൻ്റെ ഈ സ്വന്തം നാട്, മനോഹരമായ ഈ നാട്ടിൽ വാസ്തുവിന് മറ്റ് സ്റ്റേറ്റുകളെക്കാൾ വളരെ പ്രാധാന്യമുണ്ടെന്ന്. അപ്പോൾ ഒരുപാട് ഇനിയും തിരുമേനി പറഞ്ഞതുപോലെ ദൈവം എന്നെ മുന്നോട്ട് നയിക്കുന്നവരെയും അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിന് ഒരുപാട് നന്മകൾ നേരുന്നു. അങ്ങനെയുള്ള യാത്രകൾ സഫലമാവട്ടെ, അതിൽ വിജയിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്
തിരക്കേറിയ ഈ സമയത്ത് വാസ്തുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, വാസ്തുവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ച്, വാസ്തുവിൻ്റെ ഈശ്വരാധീനത്തെക്കുറിച്ച് നമ്മളോട് വിശദീകരിച്ച മേലേടത്ത് ഇല്ലത്ത് കേശവ നമ്പൂതിരിപ്പാട് അവർകൾ, അദ്ദേഹം ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയർ. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ വളരെ വലുതാണ്. വാസ്തുവിനെ യാഥാർത്ഥ്യങ്ങളിലേക്ക്, വാസ്തുവിനെ യഥാർത്ഥ ചിന്തകളിലേക്ക്, അതിൻ്റെ സത്യത്തിലേക്ക് നമ്മൾ കണ്ടു കഴിയണം. അതിൻ്റെ യഥാർത്ഥ വശങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. എങ്കിൽ നമുക്ക് അത് ഏത് കാര്യത്തിലായിരുന്നാലും നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഈ വിജയവീതി എന്ന ഈ പ്രോഗ്രാം കൊണ്ട് വാസ്തുവിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഈ എപ്പിസോഡിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട്, എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു.